അപ്പൊ അങ്ങനെ ആളെ കൂട്ടാനുള്ള പരിശ്രമമാണ് ഈ നടക്കുന്നത്. ആ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സതീശൻ ചെന്ന് വിട്ടേക്കുന്ന ഒരു അവസ്ഥയാണത്. ഇനി ഈ മുസ്ലിം കൺസോൾട്ടേഷൻ സതീശൻ അറിയാത്തൊരു കാര്യമല്ല. മുസ്ലിം വോട്ട് ബാങ്കുകളുടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവര് കൃത്യമായി പരിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ വലിയ ഗുണമുണ്ടാകുമെന്ന് കൃത്യമായിട്ട് ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടായാലും ഉണ്ടാവുമെന്ന് അറിയുന്ന ഒരാളാണ് വി.ഡി. സതീശൻ. സതീശൻ അതിലേക്ക് എന്ന് വിട്ടു. ഞാൻ ആദ്യം സതീശനായ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, സതീശനായാൽ കേരളത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ബി.ജെ.പിയുടെ വളർച്ചയാണ്. ബി.ജെ.പിയുടെ അതിഭീകരമായിട്ടുള്ള വളർച്ചയാണ്. ഇനി ആര് ഭരിച്ചാലും ഉണ്ടാവും. ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ 2031 ഇവരിൽ ഈ MLA-മാരിൽ എത്ര പേര് മറ്റേ ബി.ജെ.പി ആകുമെന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ കൂറുമാറുമോ? അങ്ങനെ കൂറൊക്കെ മാറും. കാരണം അങ്ങനെ കൂറ് മാറി ഇങ്ങനെ പുതുച്ചേരി, ഞാനിപ്പോൾ ഹിസ്റ്ററി ഒന്നും പറയുന്നില്ല, പുതുച്ചേരിയിൽ എന്താണ് സംഭവിച്ചത്? ഇതേ അവസ്ഥ തന്നെയാണ്. താങ്കൾ അറിയേണ്ടത്, പശ്ചിമ ബംഗാളിൽ 2011 മമതാ ബാനർജി അധികാരത്തിലേക്ക് വരുമ്പോൾ അന്ന് അവിടെ RSS വിശേഷിപ്പിച്ച എന്താണെന്നറിയോ? ദുർഗ എന്നാണ്. ഈ RSS അങ്ങനെ ദുർഗ എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഇത് ആദ്യഘട്ടമാണ്. ഈ ഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് എളുപ്പത്തിൽ നടന്നു കയറാമെന്നവർക്ക് അറിയാം. അതേസമയം പിണറായി വിജയൻ ഭരിക്കണമെന്ന് വിചാരിച്ചോ? പിണറായി വിജയൻ ഭരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈഴവ തീയ മുഖ്യമന്ത്രി അവിടെ ഭരിക്കുന്നു, ഫൈൻ, വലിയ റെപ്രസെന്റേഷനായി ആ സമുദായത്തിന്, പ്ലസ് 9-10 നായർ സമുദായത്തിലെ ആളുകളും ഭരിക്കുന്നു. ബി.ജെ.പി എന്ത് പറയും? ഈ മന്ത്രിസഭ നമ്മുടേതല്ലെന്ന് പറയൂ? മനസ്സിലായി? പരിധിയുണ്ട്. പക്ഷെ ഇവിടെ അത് പരിധി ഇല്ല. കാരണം എന്താ? ഇവിടെ ഇനി വരാനിരിക്കുന്ന പ്രചരണം മുഴുവൻ ബി.ജെ.പിക്ക് വലിയ വളക്കൂറുള്ള സാഹചര്യമാണ് ഒരുക്കുന്നത്. അതിൽ 2 കക്ഷികൾ വളരും. അതൊന്ന് ഈ പറയുന്ന പോലെ പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തിൽ വളരും, അവരുടെ ഐഡിയോളജികൾ വളരും, അതുപോലെ ജമാഅത്ത് ഇസ്ലാമി വളരും, അതുപോലെ തന്നെ എന്ത് ചെയ്യും? ഈ പറയുന്ന റൈറ്റ് വിങ് ഹിന്ദുത്വ അജണ്ടയും വളരും. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം സ്വന്തം കാര്യം കുറച്ചുകൂടി നേടിയെടുക്കാൻ നല്ലത് കുറച്ചുകൂടി കോൺഗ്രസിനകത്ത് അത്രത്തോളം ഒന്നും കരുത്തില്ലാത്ത ദുർബലമായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യുന്നതാണ്? മുഖ്യമന്ത്രിയാവുന്നതാണ്.